പ്രൈസ് ലോർഡ്. മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ള ദേശനിവാസികളെ, നിങ്ങളേവരെയും കർത്തൃനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം സർവ മാനവരാശിയെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു സ്നേഹ സന്ദേശമായി നിങ്ങളെ അരികിൽ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഈ ദൈവരാജ്യത്തിൻ്റെ ചിന്തകളെ അറിയിക്കുക, അതിനനുസൃതമായി ജനം ജീവിക്കാൻ ഇടയായി തീരണമെന്ന മുഖ്യ താല്പര്യമാണ് ഈ വിഷയത്തിനകത്ത്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് പ്രിയരെ, വിശുദ്ധ വചനപ്രകാരം നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയും തുടർന്ന് ദൈവരാജ്യത്തിന്റെ മൊഴികളെ കുറിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ അറിയിച്ചതായ വിഷയങ്ങൾ ജനത്തിന് കൊടുത്ത് ജനം നിത്യജീവൻ അവകാശമാക്കണമെന്നുള്ള ഒരു തലത്തിലേക്ക് ആകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയ ഈ സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തു ദൈവരാജ്യത്തെ കുറിച്ച്, സ്വർഗരാജ്യത്തെ കുറിച്ച് അനേക കാര്യങ്ങൾ ഉപമയിൽ കൂടെ പറയുവാനെല്ലാം ഇടയായി തീർന്നിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അതിനെ അനുസൃതമായ ഒരു ജീവിതം നമുക്ക് ആവശ്യമായിരിക്കുക. ഇത് കണ്ടെത്തുക. ഇതിനകത്ത് നമുക്ക് ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യണം. ഇതറിഞ്ഞാൽ, ഈ ദൈവരാജ്യം എന്താണെന്ന് അറിഞ്ഞാൽ, ഇതിനകത്തുള്ള ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന നിലയിലേക്ക് നമ്മൾ ആയിത്തീരാൻ എല്ലാം ഇടയായി തീരണം. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് ദൈവരാജ്യത്തെ കുറിച്ച് ഉപമയായി കർത്താവ് നമ്മെ വിഷയങ്ങൾ അറിയിക്കാനിടയായി തീർന്നു. കർത്താവ് പലവിധ ഉപമകൾ നമുക്ക് നൽകിയിരിക്കുക. പ്രൈസ് ലോർഡ്. ദൈവരാജ്യം, സ്വർഗരാജ്യം ഒരു കടുകുമണിയോട് സാദൃശ്യം. കാണുമ്പോൾ ഒരു ചെറിയ ഒരു കടുകുമണിയാണ്. പക്ഷെ ഇതിന്റെ വിശദീകരണം നമ്മെ നിത്യം തേജസ്സുള്ളവരായി മാറ്റുകയാണ്. പ്രൈസ് ലോർഡ്. ഇതിന്റെ പ്രത്യേകത നിത്യ തേജസ്സിലേക്ക് നമ്മെ നടത്തുകയാണ്. സർവപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം, കാരണഭൂതനായ ദൈവം നമ്മെ തേജസ് നഷ്ടപ്പെട്ട നമുക്ക് നിത്യം ദൈവത്തോടുകൂടെ ജീവിക്കാനുള്ള ഒരു പദ്ധതി സൃഷ്ടാവ് ഒരുക്കുകയാണ് ഈ ദൈവരാജ്യം. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് പ്രിയരെ, ഇതൊരു കടുകുമണിയോട് സാദൃശ്യം എന്ന് പറയുമ്പോൾ വേറൊരു ഭാഗത്ത് പറയുന്നു, ഇതൊരു വ്യാപാരി ഒരു മുത്ത് കണ്ടെത്തി, ഒരു മുത്തിനോട് സദൃശ്യമാണ്. മറ്റൊരു നിലവാരത്തിൽ പറയുക, ഇതൊരു പുളിച്ച മാവിനോട് സദൃശ്യമാണ്. ഈ പുളിപ്പ് 3 പറ മാവിലിട്ട് അതെല്ലാം പുളിച്ചു വരുന്ന ഒരു നിലവാരത്തിലേക്ക് വരികയാണ്. പ്രൈസ് ലോർഡ്. പിന്നീട് പറയുക, ഇത് കടലിൽ വീശുന്ന ഒരു വലയോട് സദൃശ്യമാണ്. പ്രൈസ് ലോർഡ്. ഈ വിഷയത്തിനകത്ത് വളരെ പ്രാധാന്യമുണ്ട്. ഈ ദൈവരാജ്യ സുവിശേഷം എല്ലായിടത്തും നൽകപ്പെടുകയാണ്. ഒരു വചനം പറയുക, അത് ഒരു വലയോട് സദൃശ്യമാണ്. ഇത് കടലിൽ ഇത് വിരിച്ചുകൊണ്ട് എല്ലാ മത്സ്യങ്ങളും ഇതിനകത്ത് കുടുങ്ങണമെന്ന് നമ്മെ കുറിച്ച് സൃഷ്ടാവ് ആഗ്രഹിക്കുക. എല്ലാ മത്സ്യങ്ങളും അതിനകത്ത് കുടുങ്ങണം. അതിനകത്ത് കുടുങ്ങുമ്പോൾ പിന്നീട് അത് പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് ചത്തവയെ നശിച്ചു പോകുന്നതിനെല്ലാം നീക്കം ചെയ്ത് നല്ലത് മാത്രം ഒരു പാത്രത്തിൽ ശേഖരിക്കുക. ഇതാണ് ദൈവരാജ്യം. പ്രൈസ് ലോർഡ്. അപ്പനായുള്ള ബന്ധത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം വരുന്ന എല്ലാവരെയും ഈ മത്സ്യത്തെ ശേഖരിക്കുന്നത് പോലെ നമ്മുടെ പിതാവ് നമ്മെ ശേഖരിച്ചൊരുക്കുകയാണ്. ഇതാ ദൈവരാജ്യത്തിന്റെ സുവിശേഷം. പ്രൈസ് ലോർഡ്. ഈ സുവിശേഷമാണ് ഇന്ന് ലോകത്ത് മറയപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഈ സുവിശേഷത്തെയാ ഇന്ന് പുറത്തു കൊണ്ടുവരേണ്ടത്.
ഈ രാജ്യത്തിന്റെ സുവിശേഷം സർവ്വരാഷ്ട്രങ്ങൾക്ക് സാക്ഷ്യമായി ഭൂലോകത്ത് മുഴുവൻ പ്രസ്താവിക്കപ്പെടേണ്ട ഒരേയൊരു സുവിശേഷം ഇന്ന് ലോകത്ത് മറയപ്പെട്ടിരിക്കുക. ഇതിന്റെ പുറകിൽ ഒരു പൈശാചിക രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തിൽ നിന്ന് മറ്റൊരു രാഷ്ട്രത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് കയറുന്നതാണ് പ്രിയപ്പെട്ടവരെ ഉടയവനായ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ ഒരു ജാതിയുടെയോ മതത്തിന്റെയോ സംഘടനയുടെ ആവശ്യം വിശുദ്ധ ബൈബിളിൽ കാണുന്നില്ല. അന്തർഭാഗത്ത് സത്യം വീക്ഷിക്കുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുക. ഏത് നിലവാരത്തിനകത്ത് നീ ജീവിക്കുന്നുണ്ടോ? എന്റെ പുത്രനായ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്ന നിലവാരത്തിലേക്ക് നിനക്ക് വരാൻ കഴിയുന്നുണ്ടോ? നിന്റെ ആഗമനം അതാണോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിനകത്ത് വീണ്ടും ജനിച്ച് ദൈവത്തിന്റെ മഹത്തരമായ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് ആ വീണ്ടെടുപ്പിന്റെ അവകാശം നമ്മൾ നേടിയെടുത്ത ആ സൃഷ്ടാവുമായി ഒരു ബന്ധത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ അന്നവസ്ത്രാദികൾക്കും ഭക്ഷണത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്നവരല്ല. നമ്മൾ ദൈവഗൃഹത്തിനു വേണ്ടി, ദൈവ നിർമ്മാണത്തിന്റെ പദ്ധതികൾക്ക് ഒരുക്കപ്പെട്ടവനാണ് എന്ന് തിരിച്ചറിയുന്ന നിലവാരത്തിനകത്ത് നമ്മൾ ദൈവരാജ്യത്തിനു വേണ്ടി ജീവിപ്പാനിടയായി തീരണം. പ്രൈസ്. ദൈവരാജ്യത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ ദൈവത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ്. അതിനു വേണ്ടിയാ, ഈ സൃഷ്ടാവായ ദൈവത്തോടു കൂടി ജീവിപ്പാൻ വേണ്ടിയാ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരമായി മരിപ്പാനിടയായി തീർന്നത്. പ്രൈസ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിലപ്പെട്ട സന്ദേശം ദേശത്ത് കൊടുക്കുമ്പോൾ ഇത് കേൾക്കപ്പെടുന്നവരുടെ ഹൃദയത്തിനകത്ത് ചൈതന്യം പകരപ്പെടുകയും തുടർന്ന് ഈ സന്ദേശം മനുഷ്യനെ ജാതിയിലേക്കും മതത്തിലേക്കും നയിക്കുന്നതല്ല. ഈ സന്ദേശം ഞങ്ങൾക്ക് ഈ മരണശേഷം മറ്റൊരു ജീവിതമുണ്ട്, ആ ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി ഇതിനകത്ത് വളരെ സന്തോഷകരമായ നിമിഷമായി നമ്മുടെ ജീവിതം മാറുവാനും ആ ജീവിതം വളരെ സന്തോഷകരമായി ക്രിസ്തുവിൽ പൂർത്തീകരിക്കാനും പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ സുവിശേഷം സർവരാഷ്ട്രങ്ങൾക്ക് സാക്ഷ്യമാകുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലും ഇത് പ്രാവർത്തികമായി തീർന്നുകൊണ്ട് ഈ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്ന് യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ഞാൻ തന്നെയാകുന്നു, എങ്കിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അരികിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ള പ്രസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ഈ രാജ്യത്തിലേക്ക് പ്രവേശിച്ച് നിത്യജീവൻ അവകാശമാക്കി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടുന്ന ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ ചിന്ത ഈ പ്രഭാത സമയം ഈ ദേശത്തിന് കൊടുക്കാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം നിങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഈ പ്രബോധന ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ ഹൃദയത്തിലും ഇത് ജീവനായി തീരുവാൻ തക്കവണ്ണം സൃഷ്ടാവായ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങളെ അറിയിച്ചുകൊണ്ട്, നിങ്ങളോർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.